ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി ശനിയാഴ്ച അവസാനിക്കും. ഡിസംബർ 14 ശേഷം ഓൺലൈനിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇനി ഫീസ് നൽകേണ്ടി വരും. മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക. പേര്, വിലാസം, ജനന തീയതി, മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി UIDAI വെബ്സൈറ്റിന്റെ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. അതേസമയം ഫോട്ടോ, ബയോമെട്രിക്, ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോകണം. 2016 ആധാർ എൻറോൾമെന്റ് അപ്ഡേറ്റ് റെഗുലേഷൻസ് അനുസരിച്ച് വ്യക്തികൾ ആധാർ എൻറോൾമെന്റ് തീയതി മുതൽ 10 വർഷത്തിലൊരിക്കൽ അവരുടെ ഐഡന്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഡോക്യുമെന്റുകൾ എന്നിവ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ കുട്ടികളിൽ 5 വയസ്സിനും 15 വയസ്സിനുമിടയിൽ അവരുടെ ആധാർ കാർഡിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ആധാർ കാർഡ് ലഭിച്ച് 10 വർഷം കഴിഞ്ഞവർ വിവരങ്ങൾ പരിഷ്കരിക്കാൻ തയ്യാറാവണമെന്നാണ് UIDAIയുടെ നിർദ്ദേശം. എന്നാൽ അപ്ഡേഷൻ വേണമെന്നത് നിർബന്ധമല്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. PF തുക ATM വഴി പിൻവലിക്കാൻ അവസരമൊരുങ്ങുന്നു. ജീവനക്കാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിന്റെ ഭാഗമായാണ് സംവിധാനം നവീകരിക്കുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പുതുവർഷ സമ്മാനമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വരിക്കാർക്ക് ജനുവരി മുതൽ PF തുക ATM വഴി പിൻവലിക്കാം. ഇതിനായി അക്കൗണ്ട് ഉടമകൾക്ക് പ്രത്യേക ATM കാർഡുകൾ നൽകും. എന്നാൽ പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിന്റെ 50% വരെ മാത്രമേ ATM വഴി പിൻവലിക്കാനാകൂ. ഇത് നടപ്പിൽ വന്നാൽ അപേക്ഷകളും രേഖകളും നൽകി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാകും. 7 കോടി വരിക്കാരാണ് ഇപ്പോൾ PFOയിലുള്ളത്. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് കേന്ദ്ര തൊഴിൽ സെക്രട്ടറി സുമിത് ദവ്ര പറഞ്ഞു. PF അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുകയും വർദ്ധിപ്പിക്കും. പദ്ധതി വിഹിതത്തിലെ നിലവിലെ 12% പരിധി എടുത്തു കളയുമെന്നും തൊഴിലാളികൾക്ക് ഇഷ്ടമുള്ള തുക വിഹിതമായി നൽകാനുള്ള സൗകര്യം ഒരുക്കുമെന്നുമാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാർ ജീവനക്കാർ സ്വത്ത് വിവരം സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ നൽകണമെന്ന അറിയിപ്പ്. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കി. പാർട്ട് ടൈം ജീവനക്കാർ ഒഴികെയുള്ള എല്ലാ സർക്കാർ ജീവനക്കാരും 2024 സ്വത്ത് വിവരം സ്പാർക്കിൽ നൽകണമെന്നാണ് അറിയിപ്പ്. ജനുവരി 15 സോഫ്റ്റ്വെയർ മുഖേന ഓൺലൈനായി വിവരം സമർപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ വകുപ്പ് സർക്കുലർ ഇറക്കി. വാർഷിക സ്വത്ത് വിവര പത്രിക യഥാസമയം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ശിക്ഷണ നടപടികൾക്ക് കാരണമാകുമെന്നും അത്തരം ജീവനക്കാരെ സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം എന്നിവയ്ക്ക് പരിഗണിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2024 ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞത് ട്രംപിനെയും കോപ്പ അമേരിക്കയെയും. ഇന്ത്യക്കാരിൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടാണ് പട്ടികയിൽ ഒന്നാമത്. ഗൂഗിൾ പുറത്തുവിട്ട സെർച്ച് ട്രെൻഡിംഗ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ. ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്കുകളും സംഭവങ്ങളുമാണ് റിപ്പോർട്ടിലുള്ളത്. ഗൂഗിളിനെ സംബന്ധിച്ച് 2024 ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള സംഭവം US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ തിരഞ്ഞത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ്. ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ വ്യക്തികളുടെ പേരുകളിൽ മുന്നിലുള്ളത് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ 10 വ്യക്തികളുടെ പട്ടികയിൽ ആനന്ദ് അംബാനിയുടെ ഭാര്യ രാധിക മർച്ചന്റും ഇടം പിടിച്ചു. പട്ടികയിൽ 8ാം സ്ഥാനത്താണ് രാധിക മർച്ചന്റ്. വിനേഷ് ഫോഗട്ടിന് പിന്നാലെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ 2ാം സ്ഥാനവും കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ചിരാഗ് പാസ്വാൻ 3ാം സ്ഥാനവും നേടി. ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യ 4ാം സ്ഥാനത്തും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ 5ാം സ്ഥാനത്തുമാണ്. കൂടാതെ ശശാങ്ക് സിംഗ്, പൂനം പാണ്ഡെ, അഭിഷേക് ശർമ്മ, ലക്ഷ്യ സെൻ തുടങ്ങിയവർ ആദ്യ 10 സ്ഥാനങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിലേക്കെന്ന സൂചന. ഇന്ത്യയിൽ ഷോറൂം സ്പേസിനായുള്ള തെരച്ചിൽ ടെസ്ല ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. തലസ്ഥാനമായ ഡൽഹിയിൽ ആദ്യ ഷോറൂം തുറക്കാനാണ് ടെസ്ലയുടെ ശ്രമമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ടെസ്ല അധികൃതർ മുൻനിര റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് കമ്പനിയായ DLFുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം. കസ്റ്റമർ എക്സ്പീരിയൻസ് സെന്റർ, ഡെലിവറി ആൻഡ് സർവീസ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനായി 3000 മുതൽ 5000 സ്ക്വയർ ഫീറ്റ് വരെ വലിപ്പമുള്ള സ്ഥലമാണ് ടെസ്ലയ്ക്ക് വേണ്ടത്. ഡൽഹിയിലെ DLF അവന്യൂ മാൾ, ഗുരുഗ്രാമിലെ സൈബർ ഹബ് ഓഫീസ് ആൻഡ് റീറ്റെയിൽ കോംപ്ലക്സ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ഷോറൂമിനായി ടെസ്ല പ്രധാന പരിഗണന നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ. അന്തിമ തീരുമാനമുടനുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 2021 ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിന് ടെസ്ല പ്രധാന ഉപാധി മുന്നോട്ടുവച്ചത്.
ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഈടാക്കുന്ന ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നായിരുന്നു ടെസ്ല പ്രധാനമായി ഉന്നയിച്ച ആവശ്യം. എന്നാൽ ഇത് കേന്ദ്ര സർക്കാർ തള്ളുകയായിരുന്നു. എന്നാൽ 2023 ഓഗസ്റ്റിൽ പ്രാദേശികമായി പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ ഇറക്കുമതി തീരുവയിൽ ഇളവ് നൽകാമെന്ന് സർക്കാർ ടെസ്ലയെ അറിയിക്കുകയായിരുന്നു. ഇതുവഴി ടെസ്ലയുടെ എല്ലാ മോഡലുകളും ഇന്ത്യയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.